ഞാൻ വായിച്ച വാക്യം, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന് മന്ദിരമാവുന്ന നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ അറിയുന്നില്ല. ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടോ? ഒന്ന് വായിച്ചേ. You ought know, all of you, know that your body is the temple of the Holy Spirit which is in you, which all of you have of God, and all of you are not your own. All of you are not your own. നമുക്കിങ്ങനെ ഒരു ഫിസിക്കൽ ബോഡി കർത്താവ് തന്നിട്ടുണ്ട്, പക്ഷെ അത് നോട്ട് അവർ ഓൺ സ്റ്റോർ. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ ഇവിടുത്തെ UAE സെൻട്രൽ ബാങ്ക് എന്നാണ് അറിയുന്നത്. ആ ബാങ്കിൻ്റെ കെട്ടിടത്തിന് ചുറ്റും ഭയങ്കര പോലീസ് സെക്യൂരിറ്റി, സ്പെഷ്യൽ ഫോഴ്സിൻ്റെ ഒക്കെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. എന്താണ് ആ കെട്ടിടത്തിന് ചുറ്റും സെക്യൂരിറ്റി വരാൻ കാരണം? വാട്ട് ഈസ് ദ റീസൺ? The government giving security to all that building, you know, because it is a beautiful building? No, because there are a lot of treasure of gold is inside, and treasure of new currencies are inside that bank. They made a new building and they shifted all this treasure to that new building. After 10 or 5 years, when I go that area, that building is purely unattended. അത് കാട് കയറി ആളുകൾ നിന്ന് ആ കരിയിലൊക്കെ വീണ് ആരും അന്വേഷിക്കാത്തൊരു ബിൽഡിംഗ് പോലെ കാണുന്നുണ്ട്. ഇതിനു മുൻപ് അവിടെ പോലീസ് നിന്നേണ്ട കാരണം അതിനകത്തിരുന്ന ട്രഷറായിരുന്നു. സ്വതന്ത്രം മനസ്സിലാവുന്നു? ബിക്കോസ് നോട്ട് പ്രിന്റ് ചെയ്യുന്നതിന് മുൻപേ, കറൻസി പ്രിന്റ് ചെയ്യുന്നതിന് മുൻപേ അതിൻ്റെ ഗോൾഡ് ബോണ്ട് കൊടുക്കണം. ആ ബോണ്ട് കൊടുത്ത ഗോൾഡ് മുഴുവൻ ഇവിടെ കിട്ടും. പുതിയ കറൻസി UK പ്രിന്റ് ചെയ്ത് വരുമ്പോൾ അതിന് ഭയങ്കര ഹൈ സെക്യൂരിറ്റി കൊടുത്തിട്ട് അത് ട്രക്കിൽ നിന്ന് നടക്കി ഇതിനുള്ളിലേക്കാണ് ഒഴിക്കുന്നത്. അപ്പോൾ അത്രമാത്രം സെക്യൂരിറ്റി, മേളിൽ സെക്യൂരിറ്റി, താഴെ സെക്യൂരിറ്റി, ക്യാമറ, 4 സൈഡ് ക്യാമറ, വോളിലെല്ലാം ക്യാമറ. ദാറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ദാറ്റ് ബിൽഡിംഗ്. ആൻഡ് വൈ? Because of that treasure inside that building. Praise the Lord. Hallelujah. In the same manner, there is a treasure in your body, that is Holy Spirit. Amen. So, എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? സ്തോത്രം. അതുകൊണ്ട് അടുത്ത വാക്യം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കും. നിങ്ങളുടെ വാക്യം അത് 3:16 വായിച്ചു. 3 chapter 3 verse 16 വായിച്ചു. Once again, you are the temple of God. വായിച്ചു. Both are same verses. Look here. നിങ്ങൾ ദൈവത്തിൻ്റെ, ഇവിടെ കിടന്നു വന്നിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികളും, ഇൻക്ലൂഡിങ് ചിൽഡ്രൻ, അവർ രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും കർത്താവിന് അവരോട് ബന്ധമുണ്ട്. സ്തോത്രം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും അടുത്തത് അതറിയാമോ? ചിലപ്പോൾ നിങ്ങൾക്ക് ഹൈറ്റ് കുറവായിരിക്കും, വെയിറ്റ് കുറവായിരിക്കും, കളർ കുറവായിരിക്കും, ഹൈറ്റ് കൂടുതലായിരിക്കും, ഹൈറ്റ് ഷോർട്ടായിരിക്കും. എന്താ ഇപ്പോൾ ബോഡി ഷേപ്പിനെ പറ്റി സംസാരിക്കാൻ പാടില്ല. അങ്ങനെ മനുഷ്യരെ കാണുമ്പോൾ വിലമതിക്കത്തക്കതൊന്നും ഒരു ലുക്കിൽ ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഭയങ്കര ഹാൻസം ആയിരിക്കും. ഇരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നല്ല ഹാൻസം, നല്ല എന്താ പറയുന്നത്, ക്യൂട്ട് ബേബീസാണ്, അല്ലെ ബോയ്സാണ്, ഗേൾസാണ്. ഈ സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, നമുക്ക് ഭൗതികമായി അല്ലെങ്കിൽ ശാരീരികമായി ലഭിച്ചിരിക്കുന്ന ശരീരഘടന ഒരു വിഷയമല്ല. അത് ദൈവത്തിൻ്റെ വിഷയമല്ല. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. എന്നാൽ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടെന്ന് വായിച്ചേ? ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയണം. ഇന്ന് രാത്രി അത് അറിഞ്ഞിട്ട് പോകണം. സ്തോത്രം. അതുകൊണ്ട് all the children, next verse വായിച്ചേ. If you are spoiling this temple of God, ദൈവം നശിപ്പിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നത് ഇവിടെ നിങ്ങളത് കണ്ടിട്ടില്ല. നിങ്ങളെ ഒരു കെട്ടിടം നശിപ്പിക്കുന്നൊന്നും UAE നിങ്ങൾക്ക് പരിചയമില്ല. നാട്ടിലാണെങ്കിൽ രാഷ്ട്രീയക്കാരായ പിള്ളേർ സമരം ചെയ്യുമ്പോൾ നമുക്കറിയാം അവർ മന്ദിരം നശിപ്പിക്കുന്നത്. അവർ വലിയ കല്ലിട എടുത്തെറിഞ്ഞ് അതിൻ്റെ ജനാലകൾ പൊട്ടിക്കും,
ഗേറ്റുകളിൽ അടിച്ചു തകർക്കും. ഗവൺമെൻറ് സ്ഥാപനങ്ങളിലോട്ടൊക്കെ ഏറി വരും. അപ്പോൾ നല്ല ബോർഡുകൾ, നല്ല ഭംഗിയുള്ളതായ വിൻഡോസ് എല്ലാം എറിഞ്ഞു ഉടയ്ക്കും. ഇവിടെ അങ്ങനത്തെ വയലൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. അവരെ ആരും ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ കോടതിയിൽ നിന്ന് വീഡിയോ ഒക്കെ പിടിച്ച് കാണിക്കുന്നത് കുറച്ച് കേസൊക്കെ അവിടെ വരുമെന്നല്ലാതെ അത് അവരവർ വിദ്യാർത്ഥി സംഘടനയാണെങ്കിൽ അവർ ഭരിക്കുന്ന പാർട്ടി അത് മാനേജ് ചെയ്തോളൂ. അതൊന്നൊരു വിഷയമല്ലോ. എന്നാൽ ഇവിടെ വാണിംഗാണ്, വളരെ വലിയ വാണിംഗുണ്ട്. ദൈവത്തിൻ്റെ മന്ദിരമാണ് നിങ്ങൾ. ഈ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം തന്നെ നശിപ്പിച്ചാൽ പിന്നെ ആർക്കെങ്കിലും അവനെ റിക്കവർ ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? ലോകത്തിൽ ആര് വിചാരിച്ചാലും, ഏത് ഡോക്ടർ വിചാരിച്ചാലും, നിങ്ങൾ എത്ര എക്സ്പെർട്ട് ആയാലും, ഹല്ലേലൂയ, നിങ്ങൾക്ക് എത്ര ഉന്നതമായ വിദ്യാഭ്യാസം ലഭിച്ചാലും, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരത്തെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരത്തെ നശിപ്പിച്ചാൽ ഹല്ലേലൂയ, ജീവിതം ഡിസ്ട്രോയിഡ് ആയി പോകും, നശിച്ചു പോകും എന്നുള്ളത് ഇന്ന് രാത്രി കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ നിങ്ങൾ ഓർത്തിരിക്കണം. ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നത്? ദൈവം നമ്മളെ വളരെ മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചത്. ഞാനെപ്പോഴും പറയാറുണ്ടല്ലോ, വേരിയേഷൻ വരുന്നത് ഈ കാര്യങ്ങളിലൂടെ. ഞാൻ മുമ്പേ പറഞ്ഞ എന്നോട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് നമ്മുടെ ജീൻസിനെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മുടെ സൃഷ്ടിയെപ്പറ്റി നമ്മൾ ആലോചിച്ച് നോക്കിയ, നമ്മുടെ കണ്ണ് വരേണ്ടിടത്ത് കണ്ണും, ചെവി വരേണ്ടിടത്ത് ചെവിയും, എത്ര മനോഹരമായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എക്സ്ട്രാ 3 ചെവിയുള്ള ഒരു മനുഷ്യനെ ആലോചിച്ച് നോക്കി. മൂക്കില്ലാത്തവൻ, കണ്ണ് ഇങ്ങനെ മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് ദൈവത്തിൻ്റെ ശ്വാസം മനുഷ്യൻ്റെ മൂക്കിലേക്ക് ഊതിയെന്നാണ് ദൈവത്തിൻ്റെ വചനം. തലമുടി ഇരിക്കേണ്ടിടത്ത് അത്, കൈകൾ, അതിൻ്റെ വിരലുകൾ, ഓരോന്നിൻ്റെ നീളം, അതിൻ്റെ അറ്റത്തെ നഖം, അങ്ങ് പ്രത്യേകമായി ആഗ്രഹിക്കുക. എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ സൃഷ്ടിച്ചത്. ലോകത്തിൽ, ഭൂമിയിൽ ഇതുപോലെ ബ്യൂട്ടിഫുള്ളായ ഒരു സൃഷ്ടിയില്ല. ഓരോ മനുഷ്യനും ഓരോ ഐഡൻറ്റിറ്റി. എന്നെപ്പോലെ വേറെ 6 പേരുണ്ടെന്നൊക്കെ പറയാമെങ്കിലും എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ യൂണിക്കാണ്. അതിനെ ബേസ് ചെയ്താണ് സെക്യൂരിറ്റി സിസ്റ്റം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. കണ്ണുകൾ, എൻ്റെ കണ്ണുകൾ പോലെ ലോകത്തിൽ വേറെ ആർക്കും കണ്ണുകളില്ല. അതുകൊണ്ടാണ് സെക്യൂരിറ്റിക്കാരൻ്റെ ഐ റീഡ് ചെയ്യുന്നത്, ഐ സ്കാൻ ചെയ്യുന്നത്. നമ്മുടെ എല്ലാം ഐ സ്കാൻ ചെയ്തിട്ടുണ്ട്. 10 ലക്ഷമോ 20 ലക്ഷം കൂടുമ്പോൾ അതിലും മിസ്റ്റേക്ക് വന്നതുകൊണ്ട്, ഒരാളെ കിട്ടിയതുകൊണ്ട് ഇപ്പോൾ അത് മാറ്റിയിട്ട് അവർ ഫേസ് സ്കാൻ ചെയ്തു. നിങ്ങൾക്കറിയാം, ഫേസിൻ്റെ ഈ പാർട്ട്, ഈ മൂക്കും, ഈ 2 എല്ലുകളും, ഈ ലിപ്സ് വരെയുള്ള ഭാഗം ലോകത്തിൽ മറ്റാർക്കുമില്ല. ഞാനിപ്പോൾ ഒരു ഗവൺമെൻറ് ഏജൻസിയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. എൻ്റെ കമ്പനിയുടെ പേര് എമറേറ്റ് ഫേസ് റിക്കഗ്നേഷൻ കമ്പനി എന്നാണ്. മിനിസ്ട്രി ഓഫ് ഇന്റീരിയറിൻ്റെ കമ്പനിയാണ്. നിങ്ങൾ ബാങ്കിലും എയർപോർട്ടിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ ആദ്യം ഗ്ലാസ് ഊരി കണ്ണുകളെ റീഡ് ചെയ്യുന്നു. അത് നമ്മുടെ കൊച്ചോൻ്റെ കമ്പനിയായിരുന്നു ആദ്യം ചെയ്തുകൊണ്ട്. കൊച്ചോൻ ആദ്യം വർക്ക് ചെയ്ത കമ്പനി. ബാക്കി കണ്ണുകൾ മാത്രമല്ല, ഇപ്പോൾ ഫേസ് റീഡ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ കമ്പനിയുടെ ടെക്നോളജിയാണ്, കനേഡിയൻ കമ്പനിയുടെ ടെക്നോളജിയാണ്. അത് ഇവർ വിലക്കെടുത്ത് ചെയ്യുന്നതാണ്. ഭൂമിയിൽ ആരും അതുപോലെ ഒരു ഐഡൻറ്റിറ്റി ഇല്ല. നോക്കി, കോടാനുകോടി ജനങ്ങൾ ഭൂമിയിൽ ജനിച്ചു, മരിച്ചു, ജീവിക്കുന്നു, ഇനി ജനിക്കാനുണ്ട്. ആർക്കും സിമിലിയറായിട്ട് ഇല്ല എന്നുള്ളത് ഓർക്കണം. നമ്മൾ പറയും പപ്പയുടെ കൂട്ട് തന്നെ ഇരിക്കുക, അച്ഛൻ്റെ കൂട്ട് തന്നെ അല്ല. അതൊരു ഫേസിലൊരു ഷേപ്പുണ്ട് എന്നേ ഉള്ളൂ. പക്ഷെ ഓരോരുത്തരുടെയും ഡിസൈൻ വ്യത്യസ്തമാണ്. അത്ര ഭയങ്കരവും അതിശയകരമായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നില്ല. ഇനി നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ, നമ്മുടെ ദഹന വ്യവസ്ഥയൊക്കെ, നമ്മൾ പെട്ടെന്ന് ആഹാരം കഴിക്കുകയല്ലേ. വെൻ വി ആർ ഈറ്റിംഗ് സംതിങ്, അവിടെ തുടങ്ങുകയാണ്. നമ്മളൊരു ഫുഡിനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ അത് ദഹിക്കാനുള്ളതായ രസം, അത് നമ്മൾ നാട്ടിൽ പറയുന്നത് കൊതി കിട്ടുന്ന, കൊതിയല്ല സത്യത്തിൽ. ടി വിയിലൊക്കെ നല്ല ഫുഡിൻ്റെ കുക്കിംഗ് നടക്കുമ്പോൾ തന്നെ നമ്മുടെ വായിൽ എന്ത് വരും? വെള്ളം വരും. അത് അവൻ കൊതിയനായിട്ടൊന്നുമല്ല, അത് ബ്രെയിൻ നമുക്ക് തരുന്ന സിഗ്നലാണ്. ചിലർക്ക് അത് കൂടുതലാണ്, അതുകൊണ്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ താഴോട്ട് വന്നിരിക്കും. അതൊരു നാണക്കെട്ടുള്ള വിഷയമല്ല. പണ്ടൊരു മാസികത്തിൻ്റെ അച്ഛൻ പറഞ്ഞാണ്, നിങ്ങളാരും വെള്ളം, എനിക്ക് വായിൽ വെള്ളം വന്നിട്ട് പറ്റത്തില്ല. അയാൾ പട്ടിണി നിൽക്കുകയായിരുന്നു, അതുകൊണ്ടായിരിക്കും. അവിടുന്ന് തുടങ്ങുക ഇത് പ്രൊഡക്ഷൻ. നോക്കി, ഫുഡ് വായിലേക്ക് ചെല്ലുമ്പോൾ അവിടുന്ന് ആ എൻസൈം ഈ ഫുഡിനെ ഒരു കുഴമ്പ് പരുവത്തിലാക്കി
ഈ ഫുഡ് താഴോട്ട് വരുമ്പോൾ നമ്മൾ ശ്വസിക്കുന്ന എന്തായാലും പറയുന്നത് ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ ശ്വാസകോശം, അതിനാണ് ഈ റെയിൽവേ ട്രാക്ക് പോലെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇതിങ്ങനെ അടയും. അന്നേരം നമ്മൾ ശ്വാസം വിടുന്നുണ്ട്. ആ ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിലേക്ക് അത് അടയും, ഇത് താഴോട്ട് പോകും. ചിലപ്പോൾ നമ്മൾ ചിരിക്കുകയും ശ്രദ്ധിക്കാതൊക്കെ ആഹാരം കഴിക്കുകയും ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യും, ഇതിനകത്തൊരു തരി കയറിയാൽ അവനെ അവിടെ ഇരുത്തത്തില്ല. എന്ത് ചെയ്യും, ചുമച്ചിട്ട് ഒന്നീ മൂക്കി കൂടാതെ പുറത്ത് വരും. അത് വരാത്ത വലുപ്പം അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ട് എടുക്കാൻ പറ്റില്ല, ചത്തുപോകും. ഈ അടുത്തിടെ കുളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങി മീൻ കടിച്ചു പിടിച്ചോണ്ട് അടുത്ത മീൻ പിടിച്ചു. മീൻ അറിയാമോ, ഇത് ഡേഞ്ചറസ് ആണ്. ഇവൻ അടുത്ത മീനെ ശ്രദ്ധിച്ച വഴിക്ക് ഈ മീൻ ഇറങ്ങിപ്പോയി. അത് ശ്വാസകോശത്തിൽ കുരുങ്ങി ആ കുളത്തിനകത്ത് മരിച്ചെന്നാണ് ന്യൂസിലുണ്ട്. അതിന് അപ്പീലൊന്നുമില്ല. ചെറിയ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ, പാലൊരു ലിക്വിഡല്ലേ, പാല് കൊടുക്കുമ്പോൾ അത് കയറിയാൽ തന്നെ എന്ത് ചെയ്യും, എന്നൊക്കെ ഭയങ്കര അതിശയമായ സൃഷ്ടിയാണ്. സ്വത്രം സ്വത്രം സ്വത്രം. ആ ഫുഡ് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഈ ഫുഡിനെ റിസീവ് ചെയ്യാനായിട്ട് ഒരു സംഘം ഓർഗൻസ് നിൽക്കുകയാണ്. ആവശ്യമായ എല്ലാ എൻസൈമും കൊണ്ടുവന്ന് ഇവരെ അരച്ച് റെഡിയാക്കി പോഷണം അതിൽ നിന്ന് വലിച്ചെടുത്ത് അത് ബ്ലഡിലേക്ക് കൊടുക്കും. ബാക്കി വേസ്റ്റ് നമുക്കറിയാം എന്താ ചെയ്യുന്നത്. നമ്മളിതൊന്നും അറിയുന്നില്ല. കിട്ടുന്നതൊക്കെ അടിച്ച് വീശി വീണ്ടും കിട്ടിയാൽ വീണ്ടും അടിക്കും. ഇന്ന് ഞാനൊരു ഡോക്ടറുടെ ഒരു പ്രബോധനം കേട്ടു. നമുക്ക് 40 വയസ്സുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിന് 41 വയസ്സുണ്ടോ. നമ്മൾ വയസ്സ് കൂടുന്ന എപ്പോഴാണ്, നമ്മൾ ജനിച്ചപ്പോഴാണ്. അതിനൊരു വർഷം മുമ്പേ ഹാർട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ ഹാർട്ട് 24/7 ഇടതടവില്ലാതെ നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ, ഞാൻ പ്രസംഗിക്കുമ്പോൾ, ആഹാരം കഴിക്കുമ്പോൾ, നമ്മൾ ഉറങ്ങുമ്പോഴെല്ലാം ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. വലിയൊരു സായുധ സേന പ്രവർത്തിക്കുന്ന പോലെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുട്ടപ്പന്മാരായി ഇവിടെ വന്നിരിക്കുന്നതും നിൽക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അപ്പൊ ഈ സൃഷ്ടി പകരം വെക്കാൻ ലോകത്തിൽ ആരൊന്നും ഇല്ലെന്നുള്ളത് ഓർക്കണം. സൃഷ്ടാവിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ ശ്രമിക്കണം. നോക്കി, ഇങ്ങനെ ദൈവം കൃത്യമായി നമ്മളെ സൃഷ്ടിച്ച ഈ ശരീരത്തെ എന്ത് ചെയ്യരുത്, നശിപ്പിക്കരുത്. എങ്ങനെ നശിപ്പിക്കുന്നു? ചിലർ നശിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാം. ഇവിടെ ഒരു കിഴുത്തിടും, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഈ കിഴുത്ത അല്ലെങ്കിൽ ഈ ഹോൾ ആവശ്യമായിരുന്നെങ്കിൽ നമ്മുടെ സൃഷ്ടാവ് എന്ത് ചെയ്യുന്നല്ലേ, അതിട്ട് ചിലരെന്ത് ചെയ്യും, ഇവിടെ കിഴുത്ത്. ഞാൻ കുഞ്ഞിലെ ഫെയ്ത്തിനെ കൊണ്ട് കടയിൽ പോകുമ്പോൾ ഫെയ്ത്തിനോട് ഒരു പേരെന്താണ്, അവിടെ 2 പ്രാവശ്യം ഫെയ്ത്ത് എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അവൾ പറഞ്ഞു, എന്നാ ജെനി എന്നാണ് എൻ്റെ പേര്. അവിടെ ഒരു കൂട്ടുകാരുടെ പേര് പറഞ്ഞു, ഇയാളൊന്നും ഒഴിവാകണം. എന്നിട്ട് അള്ളി വയ്ക്കുക, അയ്യേ ഇതുവരെ കാത് കുത്തിയില്ലേ. അപ്പോൾ അതൊരു കമ്പൾസറി ആയിട്ടാണ് ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. കാത് കുത്തണം എന്നുള്ളത് ആവശ്യമായിരുന്നു എന്നോട് തന്നെയാണ്. അവർ പോയി മുകളിലെടുത്ത് കുത്തിയാൽ പറയും. ആ മണ്ണിനകത്ത് കുത്താൻ വളരെ ഈസിയാണ്. കാത് കുത്തിയിട്ട് വന്ന സൗകര്യമാരുണ്ട്, അവരെ വിട്ട് അവർക്കത് ബോധ്യമായപ്പോൾ അവരെന്ത് ചെയ്തു, ഒരു കളഞ്ഞു. അല്ല, ആരും നിർബന്ധിച്ചല്ല. അപ്പോൾ ഭയങ്കര അതിശയമായിട്ട് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും വേണ്ട നമുക്ക് ആവശ്യമുള്ള. അതുകൊണ്ട് വൃത്തിയായിട്ട് നടക്കണമെന്നല്ല, ഏറ്റവും വൃത്തിയായിട്ട് നടക്കണം. നമ്മുടെ അടുത്ത് വന്നാൽ ഒരു ബാഡ് സ്മെൽ ഉണ്ടാകാൻ പാടില്ല. ഡെയിലി നമ്മുടെ ബോഡി നല്ല ക്ലീനായിട്ട് വെക്കണം. നല്ല എന്താ പറയുന്നത്, വളരെ വൃത്തിയുള്ളവരായിട്ട് നമ്മൾ ജീവിക്കണം. പക്ഷേ ഈ അഡീഷണൽ ഫിറ്റിംഗ് ഒന്നും വേണ്ട. ഞാൻ ഒരു വാക്യം കൂടെ വായിക്കാൻ പെട്ടെന്ന് നിർത്താം. ലേവ്യ പുസ്തകത്തിൽ നിന്നെടുത്ത് അതിൻ്റെ 19-ാമത്തെയാണ് 19-28 വായിച്ചു. ലേവ്യ ലെവിറ്റിക്സ് ചാപ്റ്റർ 19. അതിൻ്റെ ഇംഗ്ലീഷ് കാണിച്ച് മനു. ലെവിറ്റിക്സ് 19:28. നിങ്ങളുടെ ബൈബിളുണ്ടോ? എന്താ പറഞ്ഞ വാക്കെന്താ? ടാറ്റു. അപ്പോൾ അതിനർത്ഥം എന്താ? ദാറ്റ് ഈസ് പ്രൊഹിബിറ്റഡ് ഇൻ ദ ബൈബിൾ. നമ്മുടെ ബെന്നിനൊക്കെ നമുക്ക് ഡിസൈൻ ഉണ്ട്, അത് വസ്ത്രത്തെ മതി. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ മനോഹരമായ ശരീരത്തെ യാതൊരു ഡിസൈനും ചെയ്യുവാൻ അനുവാദമില്ല. എന്തുകൊണ്ട്? ബിക്കോസ് വി ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. അങ്ങനെ നമ്മൾ ആദ്യം വായിച്ചു. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവിതവും ഈ ശരീരവും ഇത് മൺമയമാണ്, ശരിയാണ്. ഇത് മണ്ണിനോട് ചേരേണ്ടതാണ്. എങ്കിലും ചേരുന്നവരെയും വിശുദ്ധിയോടെ, വൃത്തിയോടെ, നിർമ്മലതയോടെ ഇതിനെ സൂക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. കാരണം എന്താണെന്നറിയാമോ,
ഇപ്പം ടാറ്റു ഒരു ഫാഷനാണ്. കാരണം ചിലരെ കണ്ടിട്ടുണ്ട്, നെഞ്ചത്ത് കുതിരയും പുറകിൽ തേളും. അത് കാണുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരാഗ്രഹം വരും, എന്തുകൊണ്ട് എൻ്റെ അത് ബൈബിൾ അതിനെ വിളക്കുന്ന ഒരു പാപമാണെന്നുള്ളത് ഇന്ന് രാത്രി ഓർക്കണം. അതിൻ്റെ ആവശ്യമില്ല. അപ്പം സമൂഹത്തിനിടയിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു നീ എന്തോ പയ്യനാണ്, നീ എവിടുത്തെ ഏത് യുഗത്തിലാണ് നീ ജീവിക്കുന്നതെന്നൊക്കെ ആളുകൾ ചോദിച്ചേക്കാം. വി ആർ എ സെപ്പറേറ്റ് ചൂസൺ ജനറേഷൻ. മനസ്സിലാകാൻ പറഞ്ഞേ? കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ജിവിസാർ ഇനി നിങ്ങളുടെ ക്ലാസ്സുകൾ തുറക്കാൻ പോയാണ്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള മാത്രമല്ല, പൊതുവായി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം, അവരോട് ഞാൻ പറയട്ടെ, നമുക്ക് തന്നിരിക്കുന്ന ഈ ശരീരം എന്തിനു വേണ്ടിയുള്ളതാണ്? അതോടെ വായിച്ച് സിവി അതിൻ്റെ 3:18 വായിച്ചു. 1 കൊരിന്ത്യർ 6:19. ആകയാൽ നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ കാര്യങ്ങൾ കൊണ്ട് നടിച്ച് ദൈവത്തെ ബോധപ്പെടുത്തി നമ്മുടെ കാര്യങ്ങളൊന്നും ഉയർത്തിക്ക്. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ച്, നമ്മുടെ നാമം കൊണ്ടൊന്നും കർത്താവിനെ സ്തുതിച്ച്, നമ്മുടെ ആധാരങ്ങൾ കൊണ്ട് കർത്താവിനെ സ്തുതിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനു വേണ്ടി തന്നതാണ് നമുക്ക് ശരീരം. ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കണം. ഞാൻ ഇവിടെ നിർത്തിയാണ്. ജിവിസാറിനെ അടുത്തുള്ള ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ഒടുവിൽ നമുക്ക് വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്